ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക ചിരണ്ടി തോരനാക്കുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ മുരിങ്ങയ്ക്ക എടുത്ത് നെടുകെ കീറിയെടുക്കുക. കീറിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് മുരിങ്ങയ്ക്കയുടെ കാമ്പെല്ലാം ചിരണ്ടി ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കാം. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി, പിന്നെ അതിന് വേണ്ട കൊച്ചുള്ളി ഒരു 10-15 എണ്ണം, എരിവിനാവശ്യമായ പച്ചമുളക്, ജീരകം, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി ചതച്ചെടുക്കുക. നന്നായി ചതച്ചെടുത്തതിന് ശേഷം അത് ആ മുരിങ്ങയ്ക്കകത്തിലേക്ക് ഇടാവുന്നതാണ്. നന്നായി അത് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് എരിയും ആവശ്യമായെന്നറിഞ്ഞതിന് ശേഷം നമുക്കൊരു ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക നമുക്കിതിലേക്ക് ഇടാവുന്നതാണ്. നന്നായി അത് ഇളക്കി യോജിപ്പിച്ച് ഒരു 3-4 സ്പൂൺ പച്ചവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് അമക്കി വെച്ച് അടച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 5-6 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കി ഒന്നും കൂടെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാവുന്നതാണ്. വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടെ തുറന്ന് നോക്കണം. തുറന്ന് നോക്കി അതിലെ വെള്ളമയമെല്ലാം മാറുന്ന വരെ തുറന്ന് വെച്ച് തന്നെ അത് ചിക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തു വരുമ്പോൾ സ്വാദേറിയ മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഈ തോരൻ. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം. സ്വാദേറിയ മുരിങ്ങയ്ക്ക റെസിപ്പി കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ബൈ.